നോൺ വെജിറ്റേറിയൻ റെസിപ്പിയാണ്. ഫിഷാണ് ഇന്നത്തെ മെയിൻ ഇൻഗ്രീഡിയന്റ്. അതായത് നെത്തോലി റോസ്റ്റ്. ഇപ്പൊ നെത്തോലി കൊണ്ട് നമ്മൾ പീര ഉണ്ടാക്കാറുണ്ട്, ഫ്രൈ ചെയ്യാറുണ്ട്, അതുപോലെ നെത്തോലി കറി ഉണ്ടാക്കാറുണ്ട്. പക്ഷെ ഇന്നത്തെ സ്പെഷ്യൽ ഐറ്റം എന്ന് പറയുന്നത് നെത്തോലി റോസ്റ്റ് ആണ്. അപ്പൊ അതിനുവേണ്ടി ഞാൻ നെത്തോലി എടുത്തിട്ടുണ്ട്. ഏകദേശം ഒരു 200 ഗ്രാം നെത്തോലി. അത് നന്നായി കഴുകി വൃത്തിയാക്കി വെച്ചതിന് ശേഷം മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അതായത് ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ചേർത്ത് മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. വേറെ ഒന്നും ചേർത്തിട്ടില്ല കേട്ടോ. ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും മാത്രമേ ചേർത്തിട്ടുള്ളൂ. അത്രയും ചേർത്ത് മാരിനേറ്റ് ചെയ്ത് ഏകദേശം 1 മണിക്കൂറെങ്കിലും മാറ്റി വെക്കുക. എന്നാലേ ഇതിനകത്ത് ഉപ്പും മുളകൊക്കെ പിടിക്കുള്ളൂ. അങ്ങനെ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന നെത്തോലി ആദ്യം ഫ്രൈ ചെയ്തെടുക്കണം. അപ്പം അതിനുവേണ്ടി ഞാൻ പാൻ വെച്ചിട്ടുണ്ട്. പാനിലേക്ക് ഓയിൽ ഒഴിക്കുക. ഞാനിപ്പോൾ വെളിച്ചെണ്ണയാണ് ഒഴിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഓയിൽ ഒഴിക്കുക കേട്ടോ. വെജിറ്റബിൾ ഓയിൽ വേണമെങ്കിൽ വെജിറ്റബിൾ ഓയിൽ, അതല്ല കോക്കനട്ട് ഓയിൽ ആണെങ്കിൽ അത്. ഏതാണ് ഓരോരുത്തരുടെ ഇഷ്ടം എന്ന് വെച്ചാൽ അത് ചേർത്ത് നമുക്ക് ഫ്രൈ ചെയ്യാം. ഇത് എണ്ണ ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന മീൻ ഓരോന്നായിട്ട് ചേർത്ത് ഫ്രൈ ചെയ്തെടുക്കാം. വളരെയധികം ടേസ്റ്റ് ഉള്ള ഒരു മീനാണ് കേട്ടോ നെത്തോലി. അപ്പോൾ അത് ഫ്രൈ ചെയ്ത് കഴിക്കാനും ടേസ്റ്റാണ്. ഇതുപോലെ റോസ്റ്റ് ആക്കി കഴിഞ്ഞാൽ ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാൻ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഐറ്റമാണ്. ഇത് ഫിഷ് ഫ്രൈ ചെയ്യാൻ ഇട്ടിട്ടുണ്ട്. ഇത് 2 സൈഡും നന്നായിട്ട് നല്ല ക്രിസ്പി ആയിട്ട് തന്നെ ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ മീഡിയം ഫ്ലെയിമിൽ വെക്കുക. ഒരുപാട് ഹൈ ഫ്ലെയിം വെക്കണ്ട. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് ക്രിസ്പി ആയിട്ട് നെത്തോലി ഫ്രൈ ചെയ്തെടുക്കുക. ഈ ഫിഷ് നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട് കേട്ടോ. ഞാൻ 2-3 തവണ തിരിച്ചിട്ട് കൊടുത്തിരുന്നു. അപ്പോൾ നന്നായി ഫ്രൈ ആയിട്ടുണ്ട്. നല്ല ക്രിസ്പി ആയിട്ട് തന്നെ ഫ്രൈ ചെയ്യാം. ഇനിയിപ്പോൾ ഈ ഫിഷ് ഇതിൽ നിന്ന് മാറ്റാം. ഇത് ഒരു ട്രിപ്പ് ഫിഷ് നമ്മൾ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള ഫിഷും കൂടി നമുക്ക് ഫ്രൈ ചെയ്യാം കേട്ടോ. ബാക്കിയുള്ള ഫിഷും കൂടി ഞാൻ ഫ്രൈ ചെയ്യാൻ വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതുപോലെ തന്നെ ആദ്യം ഫ്രൈ ചെയ്തെടുത്ത പോലെ തന്നെ നല്ല ക്രിസ്പി ആയിട്ട് ഇതും ഫ്രൈ ചെയ്തെടുക്കുക. കംപ്ലീറ്റ് ഫിഷും ഞാൻ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. മാരിനേറ്റ് ചെയ്ത് വെച്ച് എല്ലാ ഫിഷും ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുത്തു. നല്ല ക്രിസ്പി ആയിട്ട് തന്നെ ഫ്രൈ ചെയ്യാൻ നോക്കണം. എന്നാലേ അതിന് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ക്രിസ്പി ആയിട്ട് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന നെത്തോലിയാണത്. ഇനി അടുത്ത പ്രിപ്പറേഷൻസ് തുടങ്ങാം. ഇപ്പൊ ഇതിന് മസാല ഉണ്ടാക്കാം. മസാലയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ പാത്രം വെച്ചിരിക്കുകയാണ്. ഇതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിക്കുക. ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ, ഏത് ഓയിലായാലും കുഴപ്പമില്ല. വെളിച്ചെണ്ണയാണെങ്കിൽ വെളിച്ചെണ്ണ നിങ്ങളുടെ ഇഷ്ടത്തിന് ഏത് ഓയിലാണ് വേണ്ടതെന്ന് വെച്ചാൽ അത് ചേർക്കാം. അപ്പോൾ ഓയിൽ ചൂടായിട്ടുണ്ട്. അതിലേക്ക് ഒരു ചെറിയ പീസ് ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞതാണ്, അത് ഇതിലേക്ക് ചേർക്കുക. ഒപ്പം തന്നെ 2 വെളുത്തുള്ളി അരിഞ്ഞത്, ഒരു 3 പച്ചമുളകും, ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി ഇത്രയും നമ്മൾ ഫ്രൈ ചെയ്യാൻ ഇട്ടിരിക്കുകയാണ്. നമ്മൾ ഫ്രൈ ചെയ്യാനിട്ട ഇഞ്ചി, പച്ചമുളക് എല്ലാം ഫ്രൈ ആയിട്ടുണ്ട്. അതിലേക്ക് ഒരു സവാള. ഈ സവാള കൂടി ഒന്ന് ഫ്രൈ ചെയ്യുക. അപ്പൊ ഞാനൊരു വലിയ സവാളയാണ് എടുത്തിരിക്കുന്നത്. കാരണം ഇതിനകത്ത് ഉള്ളി കുറച്ച് കൂടുതൽ വേണം. അതുകൊണ്ട് വലിയ സവാള, ഒരു 3 പച്ചമുളക്, 2 വെളുത്തുള്ളി, ഒരു ചെറിയ പീസ് ഇഞ്ചി അത്രയും ചേർത്ത് ഇത് ഫ്രൈ ചെയ്യാം. ഇത് ഉള്ളിയൊക്കെ ഒന്ന് ഫ്രൈ ആയി തുടങ്ങിയിട്ടുണ്ട്. ആ സമയത്ത് ഞാൻ കുറച്ച് ഉപ്പ് ചേർക്കുകയാണ്. ഈ മസാലയ്ക്ക് ആവശ്യമുള്ള ഉപ്പ് ചേർക്കുക. നമ്മൾ മീനിൽ മാരിനേറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. മീൻ ഉപ്പ് ചേർത്തിട്ട് മാരിനേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഉപ്പ് അധികം ആവാതെ ശ്രദ്ധിക്കണം. ഈ മസാലയ്ക്ക് വേണ്ടിയിട്ടുള്ള ഉപ്പ് മാത്രം ചേർക്കുക. വളരെ കുറച്ച് മഞ്ഞൾപ്പൊടി. ഇനി ചേർക്കുന്നത് 1 സ്പൂൺ മല്ലിപ്പൊടി. ഫ്ലെയിം കുറച്ച് വെക്കുക. ഞാൻ എന്നും പറയുന്നതാണ്, മസാല കരിഞ്ഞു പോകരുത്. ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് അതിൻ്റെ ആ പച്ചമണം മാറുന്ന വരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക.
ഇതിലേക്ക് ചേർക്കുന്നത് ഉലുവ പൊടിച്ചത്, വളരെ കുറച്ച് കേട്ടോ, ഒരു 1/4 സ്പൂൺ ഉലുവ പൊടിച്ചത്. അതിന്റെ ആ ഒരു സ്മെല്ല് കിട്ടാൻ വേണ്ടി മാത്രമാണ് 1/4 സ്പൂൺ ചേർക്കുക. വളരെ കുറച്ച് പെപ്പർ പൗഡർ, ഓരോരുത്തരുടെയും എരിവിനനുസരിച്ചിട്ട് കേട്ടോ. പച്ചമുളക് ചേർത്തിട്ടുണ്ട്, ഇനി പെപ്പർ പൗഡർ കുറച്ച് ചേർക്കുക. പെപ്പർ പൗഡറിന്റെ ഒരു ഫ്ലേവർ വേണം ഈ മസാലയ്ക്ക്, അതിന് വേണ്ടിയിട്ടുള്ള പെപ്പർ പൗഡർ ചേർക്കുക. ഇനി ഞാൻ ചേർക്കുന്നത് ക്രഷ്ഡ് ചില്ലി. അപ്പൊ മുളക് പൊടി വേണമെങ്കിൽ മുളക് പൊടി ചേർക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ക്രഷ്ഡ് ചില്ലി ഏതാണ് നിങ്ങൾക്ക് ഇഷ്ടം എന്ന് വെച്ചാൽ അത് ചേർക്കാം. ഇതാ ക്രഷ്ഡ് ചില്ലി ചേർത്തിട്ടുണ്ട്, അതുപോലെ തന്നെ പെപ്പർ പൗഡർ, കുരുമുളക് പൊടിയും ചേർത്തു, കുറച്ച് മേത്തി പൗഡർ, ഉലുവ പൊടിച്ചതും ചേർത്തിട്ടുണ്ട്. അപ്പൊ എരിവിനനുസരിച്ചിട്ട് എരിവ് നിങ്ങളുടെ ഓരോരുത്തരുടെയും ഇഷ്ടപ്രകാരം ചേർക്കുക കേട്ടോ. പച്ചമുളക് ഉണ്ട്, കുരുമുളക് ഉണ്ട്, ക്രഷ്ഡ് ചില്ലി ഉണ്ട്. ഇപ്പൊ എരിവ് കൂടുമെന്ന് തോന്നുകയാണെങ്കിൽ പച്ചമുളകിന്റെ എണ്ണ ഒക്കെ കുറയ്ക്കുക. ഇപ്പൊ ഇതേ മസാലകളൊക്കെ നന്നായിട്ട് മൂത്തു വന്നു, അതിന്റെ ആ പച്ച സ്മെല്ലൊക്കെ പോയിട്ടുണ്ട്. അപ്പൊ ഞാൻ അതിലേക്ക് ചേർക്കുന്നത് ഒരു തക്കാളി, നല്ല പഴുത്ത ഒരു തക്കാളി നോക്കിയിട്ട് ചെറിയ പീസായി അരിഞ്ഞു വെച്ചിരിക്കുകയാണ്, അത് ഇതിലേക്ക് ചേർക്കുക. ഇനി തക്കാളി, ഉള്ളി, അതുപോലെ തന്നെ ഈ മസാലകളെല്ലാം ഒന്ന് മിക്സ് ആയിട്ട് അത് വെന്ത് ഉടഞ്ഞു വരണം. തക്കാളി നന്നായിട്ട് വെന്ത് ഉടഞ്ഞു വരണം. അപ്പൊ നല്ല പഴുത്ത തക്കാളി തന്നെ എടുക്കുക, അപ്പൊ പെട്ടെന്ന് തന്നെ അത് കുക്കായി സ്മാഷായി കിട്ടിക്കോളും. തക്കാളിയൊക്കെ കുക്കായി തുടങ്ങിയിട്ടാ, ഒന്നും കൂടിയും കുക്കാവണം, നന്നായിട്ടൊന്ന് സ്മാഷായി കിട്ടട്ടെ, എന്നാലേ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ മസാലയ്ക്ക്. ഇപ്പൊ തക്കാളി അതേപോലെ പീസായി കിടന്നു കഴിഞ്ഞാൽ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പൊ നന്നായിട്ട് കുക്കായി ഇതുപോലെ അങ്ങോട്ട് വെന്ത് ഉടഞ്ഞു വരണം. ആ സമയത്ത് ഞാൻ കുറച്ച് കരിവേപ്പില ചേർക്കുകയാണ് ഇതില്. കറിവേപ്പിലയും കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഈ സമയത്ത് ഉപ്പും മുളകൊക്കെ നോക്കുക കേട്ടോ, പാകല്ലേ നോക്കുക, പോരാന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കണം. ഇപ്പൊ മസാലയ്ക്ക് പിടിക്കാനുള്ള ഉപ്പും മുളകൊക്കെ ഇതിനകത്ത് വേണം. ഇപ്പൊ ഇതേ തക്കാളിയൊക്കെ നന്നായിട്ട് ഉടഞ്ഞു വന്നു, നല്ല സ്മാഷായി വന്നിട്ടുണ്ട്. അപ്പൊ ഞാൻ നോക്കിയപ്പോ ഉപ്പും മുളകൊക്കെ കറക്റ്റ് പാകമാണ്. നിങ്ങൾ നോക്കുക ഈ മസാലയിൽ ഉപ്പും മുളകൊക്കെ കറക്റ്റ് അല്ലേ എന്ന് നോക്കണം. ഈ സമയത്ത് ഞാൻ ചെയ്യുന്ന കുറച്ച് വെള്ളം, വളരെ കുറച്ച് കേട്ടോ, 1 സ്പൂൺ അല്ലെങ്കിൽ 2 സ്പൂൺ, അതിലും കൂടുതൽ ഒഴിക്കരുത്. ഇത്ര വെള്ളമേ ഒഴിക്കാൻ പാടുള്ളൂ. അത് ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്യാം. അതായത് ആ തക്കാളി, ഉള്ളി, മസാലപ്പൊടികൾ ഉണ്ടല്ലോ, നമ്മൾ ചേർത്ത മസാലപ്പൊടികൾ എല്ലാം കൂടി ഒന്ന് യോജിച്ച് വരണം. അതിന് വേണ്ടിയിട്ടാണ് കുറച്ച് വെള്ളം ചേർത്തിരിക്കുന്നത്. അത് അധികമാവാൻ പാടില്ല, മാക്സിമം 2 സ്പൂൺ, അതിലും കൂടുതൽ ഒഴിക്കരുത്. വെള്ളം കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ടേസ്റ്റ് മാറിപ്പോകും, നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടില്ല. അതുകൊണ്ട് വല്ലാതെ വെള്ളം ആവരുത്. ഇതിലേക്ക് 1/2 സ്പൂൺ ഗരം മസാലപ്പൊടി. ഇപ്പൊ നമ്മൾ റോസ്റ്റ് ആണല്ലോ ഉണ്ടാക്കുന്നത്, അതുകൊണ്ട് അതിനകത്തേക്ക് കുറച്ച് ആ ഫ്ലേവർ കിട്ടാനായിട്ട് കുറച്ച് ഗരം മസാലപ്പൊടി കൂടി ചേർക്കുക. ഇപ്പൊ നന്നായിട്ട് തന്നെ റെഡിയായി വന്നിട്ടുണ്ട്. ഇപ്പൊ മസാല റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി ഈ മസാലയിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത ഫിഷ് ചേർക്കുകയാണ്. അപ്പൊ നല്ല ക്രിസ്പി ആയിട്ട് ഫ്രൈ ചെയ്യുന്ന വേണം, എന്നാൽ തന്നെ നെത്തോലിക്ക് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. നല്ല ക്രിസ്പി ആയിട്ട് ഫ്രൈ ചെയ്ത നെത്തോലി ഈ മസാലയിലേക്ക് ചേർക്കുക. അപ്പൊ ഇതേ മസാലയിൽ ഫിഷ് ചേർത്തിട്ടുണ്ട്, നമ്മൾ ഫ്രൈ ചെയ്ത ഫിഷ് ചേർത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പൊ ആ മസാല ഉണ്ടല്ലോ, മസാല ഇതിനകത്ത് പൊതിഞ്ഞ് വരണം, കംപ്ലീറ്റ് ഒന്ന് ഫിഷിൽ കവർ ചെയ്ത് വരണം. ഇതിലേക്ക് ചേർക്കുന്നതിനായിട്ട് കുറച്ച് വിനീഗർ, വൈറ്റ് വിനീഗർ ആണ്. അപ്പൊ ഒന്നില്ലെങ്കിൽ വൈറ്റ് വിനീഗർ ഒഴിക്കുക, അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നാരങ്ങനീരായാലും മതി. പക്ഷെ വൈറ്റ് വിനീഗർ ആണ് കുറച്ചും കൂടി ടേസ്റ്റ് കേട്ടോ. ഇതിന്റെ ഒരു ടേസ്റ്റ് ആണ് ഈ മസാലയ്ക്ക് വേണ്ടത്. ഉണ്ടെങ്കിൽ വൈറ്റ് വിനീഗർ തന്നെ യൂസ് ചെയ്യുക, ഇല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് ചെറുനാരങ്ങ നീര്. അപ്പൊ 1/2 സ്പൂണേ ഞാൻ ചേർക്കുന്നുള്ളൂ, ഒരുപാട് പുളി ആവശ്യമില്ല. എന്നാൽ ഈ മസാലയ്ക്ക് ചെറിയൊരു പുളി വേണം താനും. അപ്പൊ അതുകൊണ്ട് 1/2 സ്പൂൺ വൈറ്റ് വിനീഗർ ചേർക്കുകയാണ്. എന്നിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. സാധാരണ ഫിഷിന്റെ റെസിപ്പീസ് എന്ന് പറയുമ്പോൾ എപ്പോഴും ഒരു പുളി ഉണ്ടാവും. അപ്പൊ അതുകൊണ്ട് കുറച്ച് ആ പുളി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വിനീഗർ ഒഴിച്ച് കൊടുത്തിരിക്കുന്നത്. ഇനി നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇപ്പൊ ഇത് ഞാൻ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി കുറച്ച് നേരം ഇതുപോലെ തന്നെ വെക്കുക കേട്ടോ. മിക്സ് ചെയ്തിട്ട് ഇതുപോലെ വെക്കുക, ഒന്ന് അടച്ചു വെച്ച് നമുക്ക് കുക്ക് ചെയ്യാം.
കുക്ക് ചെയ്യാനൊന്നുമില്ല, എല്ലാം കുക്കായതാണ്. പക്ഷെ ആ ഫ്ലേവർ ഇതിനകത്ത് ഇറങ്ങി വരണം. ഫ്ലേവർ ഇറങ്ങി വന്ന് ആ മസാലയും മീനും എല്ലാം നന്നായി പൊതിഞ്ഞു വരണം. അതിന് വേണ്ടിയിട്ട് ലോ ഫ്ലെയിമിൽ ഒരു 2 മിനിറ്റ് നേരം ഇതുപോലെ അടച്ചു വെക്കുക. ഇത് 2 മിനിറ്റ് കഴിഞ്ഞ് ഞാനിത് തുറക്കുകയാണ്. നന്നായിട്ട് തന്നെ ലോ ഫ്ലെയിമിലാണ് വെച്ചത് കേട്ടോ. അപ്പൊ നന്നായിട്ട് റെഡിയായി വന്നിട്ടുണ്ട്. ഞാൻ നേരത്തെ ഉപ്പും മുളകൊക്കെ നോക്കിയതാണ്. അപ്പൊ ഉപ്പും മുളകെല്ലാം വളരെ പെർഫെക്റ്റ് ആയിരുന്നു. ഇനിയൊന്നും ചെയ്യാനില്ല. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യാണ്. അപ്പൊ ഇത് ഫ്ലെയിം ഓഫ് ചെയ്തു. ഇപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള നെത്തോലി റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. സാധാരണ ചിക്കൻ റോസ്റ്റ് ഉണ്ടാക്കും, എഗ് റോസ്റ്റ് ഉണ്ടാക്കും, അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. ഇത് സ്പെഷ്യൽ ഐറ്റം ആണ്. നെത്തോലിയാണ് ഇന്ന് റോസ്റ്റ് ഉണ്ടാക്കിയിരിക്കുന്നത്. വളരെ ടേസ്റ്റിയാണ് കേട്ടോ. അപ്പൊ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. ചപ്പാത്തിയുടെ കൂടെ കഴിക്കാൻ ബെസ്റ്റ് ഐറ്റം ആണ്. ഈ അല്ലാതെ തന്നെ എനിക്ക് തോന്നുന്ന ചോറിന്റെ കൂടെയും കഴിക്കാൻ പറ്റും. വൈറ്റ് റൈസ് അതുപോലെ ബസ്മതി റൈസിന്റെ കൂടെയൊക്കെ വളരെ ടേസ്റ്റിയാണ്. എന്നിരുന്നാലും ചപ്പാത്തിയുടെ കൂടെയാണ് കൂടുതലായിട്ട് ഈ കോമ്പിനേഷൻ നന്നായി തോന്നിയിരിക്കുന്നത്. അപ്പൊ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക, അഭിപ്രായം അറിയിക്കുക. എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് ആവശ്യമാണ് എന്റെ ചാനലിന്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.